ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മൾ കറിയൊക്കെ ആക്കി വെച്ച് പൊടിയൊക്കെ കുഴച്ചിങ്ങനെ പണിയെല്ലാം ചെറുങ്ങനെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇവിടെ കിടക്കയിലെത്തിരി കിടക്കാണ്. നമ്മൾ ഉണ്ണിയേട്ട അമ്പലത്തിൽ പോകാൻ നിൽക്കുകയാണ്. അപ്പം അതും നോക്കി ഞാനിരിക്കുകയാണ്. പൈസ എടുക്കുകയാണ്. മക്കളെ പേരിൽ വഴിപാടൊക്കെ കഴിക്കും. ഉണ്ണിയേട്ടാ പോയി സ്വഭാവം രാവിലെ പോണ തിരക്കതാണ്. വന്നിട്ട് കാണാവേ. ചൂടില്ല മോനെ. അതെ നേരം കേട്ടാ അവൻ പോയി. എന്തേ അവനെ വറക്കനുണ്ടോ? പോണ്ടേനെ. ടാറ്റാ പോയി. ഗുഡ് മോർണിംഗ്. നമ്മളെ ചപ്പാത്തി ഇവിടെ റെഡി. ഇന്ന് ബാജി കറി. ഇനി ചപ്പാത്തി ഒന്ന് കഴിച്ച് ഓടിപ്പോയി. കുരുമുളകിന്റെ കളറാട്ടത്. കാപ്പിയൊന്നും കഴിച്ചില്ലേ ചക്കെ. ഹലോ, നമ്മളെ ചപ്പാത്തി കറിക്കായി നമ്മൾ ഇന്ന് മമ്പയറും മത്തനുമാണ് കേട്ടോ കറി വെക്കണത്. അപ്പം ഇന്നത്തെ താരം ഇതാണ്. ചോറ് വെച്ചു, വെയിറ്റ് വെച്ചു. നമുക്ക് കറിയിലേക്ക് വേണ്ട തേങ്ങ ചിരവി മിക്സീൻ്റെ ജാറിൽ ഇട്ട് കൊടുക്കാം. നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. തേങ്ങ വെറുങ്ങനെ ആട്ടിയാൽ വെളുത്തെടുക്കും കറി, അതാണ് ഞാൻ മഞ്ഞൾപ്പൊടി ഇടുന്നത്. നമുക്ക് ഇച്ചിരി പെരിഞ്ചീരകം, ഇച്ചിരി മതി. നന്നായി തിരിയായി പോയി. അപ്പോൾ നമുക്ക് ഇത്തിരി കൂടി മത്തനും മമ്പയറും അങ്ങനെ വേകുന്നുണ്ട്. പയർ വെന്ത് ഒരു തിളച്ചതിന് ശേഷം മത്തട്ടിട്ട് സിമ്മിട്ട് കൊടുത്തതാണ്. അങ്ങനെ നമുക്ക് ഇതാട്ടോ കേട്ടോ. ചപ്പാത്തി അവിടെ കിടന്ന് ഉറങ്ങുന്ന ഡെക്സ ബേബീൻ്റെയാണ്. വെച്ചിട്ട് കൊടുക്കണം. നമുക്ക് വൈകുന്നേരത്തേക്ക് ഈ ഉഴുന്ന് നമുക്ക് ഇതിനൊരു ഗ്ലാസ് ഉഴുന്ന്, ഇതിനൊരു ഗ്ലാസ് ഉഴുന്നിട്ടിട്ട് നമുക്ക് വൈകുന്നേരം ഒന്ന് ഉണ്ടാക്കാം. കുറച്ചുണ്ടാക്കുന്നുള്ളൂ. നമുക്ക് വെളിച്ചെണ്ണയ്ക്കൊക്കെ നല്ല ചിലവായി പോകും. അല്ലെങ്കിൽ പച്ചക്കറി വെച്ചിട്ട് ഉള്ളി വെച്ചിട്ട് വെള്ളക്കറി വെച്ചിട്ടും പപ്പടം വെച്ചിട്ടൊക്കെ നമുക്ക് കുറേ വെളിച്ചെണ്ണ ചിലവാണ്. അപ്പം നമുക്ക് ഇത് മതിയെന്ന് ഒരു 4 വട ചായ. നമ്മളെ ചോറ് വെന്തുണ്ട്. നമുക്ക് വാർക്കാം. നമ്മൾ ഉണ്ണിയേട്ട അമ്പലത്തിൽ പോയി വന്നതാണ്. ചായ കുടിക്കാം. തലയില പൂവല്ലേ, മുടിയും കൂടി ഉണ്ട്. എന്തേനി കഥ കുഞ്ഞനക്കതാ ചപ്പാത്തി. ബാ ബാ ദാദാ അമ്മായി വേണ്ട ചപ്പാത്തി. എല്ലാവരും ചപ്പാത്തി ഉണ്ട്. ബോട്ടോടോ ചപ്പാത്തി നോടോ. വേണ്ടാ അപ്പോ സംസാരിക്കണ ആരോടാ സംസാരിക്കണേ? ആരോടാ സംസാരിക്കണേ? നീലിമ. അജിതാടത്തിന്റെ അവിടെ മീൻകാരൻ വന്നിക്കണം. നമുക്ക് മീൻ വാങ്ങാനായില്ല. നല്ല കാറ്റ. നീലിമന്റെ തിരുമ്പല കഴിഞ്ഞ. നീലിമന്ന ഇവിടെ ഏതമ്പലത്തിലാ പോയാ? ഏതമ്പലത്തിലാ പോയതേന്ന്? ആ ഒരു ഹായ് പറയേ. നമ്മളെ മത്തനും മമ്പയറും വെന്ത് നമ്മൾ തേങ്ങാരപ്പയിലേക്ക് ഇട്ട് കൊടുത്ത് ഇനി നമ്മൾ അതൊന്ന് ഡൈലൂട്ട് ചെയ്യാം. ഇനി നമ്മളെ മത്തനും മമ്പയറൊക്കെ വെന്ത് ഇനി നമുക്കിതിലേക്ക് വറവ് ചേർക്കണം. നമുക്കിതൊന്ന് തിളപ്പിക്കണം. അത് അടന്നു പോകുന്നുണ്ട് ഗൈസ്. അതൊന്ന് ഫിറ്റ് ചെയ്യണം. അടുപ്പിന് കുഴപ്പമൊന്നുമില്ല. എന്താ അറിയില്ല, ഇപ്പോഴത്തേനൊക്കെ വെറും ഉഡായിപ്പിലാണ് സാധനം തരുന്നത്. നമ്മളെ മത്തനും മമ്പയറും കറി ആയിട്ടോ. ഇനി നമുക്ക് വറവിട്ടാലോ.
ഹലോ, ഗുഡ് മോർണിംഗ്. നമ്മളെ കറിവേപ്പില മരത്തിന്റെ മുകളിൽ നിന്ന് കറിവേപ്പില പറിച്ചുണ്ടാകുന്ന കേട്ടോ. അപ്പം ഇതിന്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഗുഡ് മോർണിംഗ് പറഞ്ഞു. പിന്നെ എല്ലാവരും വർക്കിനും ഒക്കെ പോയിണ്ടാവും. നമ്മളെ മണിമക്കൊക്കെ ഒക്കെ സ്കൂൾ കൂട്ടിയിരിക്കുകയാണ്. ക്രിസ്മസ് ആയില്ലേ? ഡിസംബർ 25 നമ്മൾ ക്രിസ്മസ് ആണ്. അപ്പം എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്നേഹവും സമാധാനവും സന്തോഷവും ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഗുഡ് മോർണിംഗ് പറഞ്ഞു. നമ്മളെ വീഡിയോ കുറേ ഒന്നും പറഞ്ഞു ഞാൻ ലെങ്ത് ആക്കുന്നില്ല, അവിടെ ഞാൻ കട്ടമാക്കണില്ല. അപ്പം വെച്ചാൽ നമ്മൾ പറഞ്ഞുകൊടുത്ത് തെറ്റിയതാണ്. നാവ് ഇങ്ങനെ വളയുമ്പോൾ എന്ന് ശരിക്കും വളഞ്ഞില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മളെ കയ്യിലാണ് ഫോണ്, സ്റ്റാൻഡ് കുറച്ച് സെയിലാണ് ഗൈസ്, അവിടെയൊക്കെ ഫിറ്റ് ചെയ്യണം. അപ്പോൾ അവിടെ ഇപ്പോൾ ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെയൊന്നും ഞാൻ വീഡിയോ ഒന്നും എടുക്കുന്നില്ല. അപ്പോൾ നമ്മളെ ഡക്സ ബേബി വിളിക്കുന്നുണ്ട്, അവന് ടോയ്ലറ്റിൽ പോകണം എന്നാണ് അവൻ പറയണത്. അപ്പം നമുക്ക് കറിക്കൊന്ന് വറവിട്ട് സോയാബീൻ പൊരിച്ച് അങ്ങനെ ഇന്ന് പപ്പടം പൊരിച്ച് അത്രയൊക്കെ തന്നെ ഉള്ളൂ. അപ്പം നമ്മൾ വൈകുന്നേരത്തെ ഗുഡ് ഈവനിങ് വീഡിയോയിൽ വരാം. ടാറ്റാ. അപ്പം നമുക്ക് ഒരു സ്പെഷ്യൽ ഗസ്റ്റ് വരുന്നുണ്ട്. ആരുമല്ല, എൻ്റെ മോനയക്കല്ലേ ഉണ്ണേട്ടനയക്കാം. അപ്പം നമ്മൾ ടാറ്റാ, ലവ് യു ഉമ്മ, ഗുഡ് മോർണിംഗ് ഇത്രയ്ക്കുള്ളൂടാ. സുഖല്ലേ, സന്തോഷല്ലേ, ഹാപ്പി അല്ലേ? ഇങ്ങനെ കയ്യൊന്ന് പിടിച്ചിട്ട് ഒരു സുഖമില്ലെന്ന്. നമ്മളെ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. നമ്മളെ സോയാബീൻ പുഴുങ്ങി ഊറ്റി കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ കറിയിലേക്ക് വറവ് അങ്ങോട്ട് ചേർക്കും. നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു, നമ്മൾ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തു, നമ്മൾ ഗരം മസാലപ്പൊടി, നമ്മളെ ചിക്കൻ മസാലപ്പൊടി കേട്ടോ, ഇത് ഇന്നലെ പൊട്ടിച്ചതാണ്. നമ്മളിങ്ങനെ ചെറിയ പാക്കറ്റാണ് വാങ്ങുക. അത് മതി, ഇതിലുണ്ട്. ഇനി നമ്മൾ കറിയിലേക്ക് കടുക് ഇട്ട് കൊടുത്തു. കടുക് വരുമ്പോഴത്തേന് നമുക്ക് ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കണം. കാരണം നമ്മൾ മത്തൻ ഉണ്ടായിരുന്ന തേങ്ങ അത്യാവശ്യമാണ് നമ്മൾ കറിയിട്ട്. അങ്ങനെ നമ്മൾ ഉപ്പ് ലേശം ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നന്നായിട്ട് കുഴച്ച് കൊടുക്കാം. അങ്ങനെ നമ്മളെ കറീൻ്റെ വറവൊക്കെ വളരെ റെഡിയായി. നമുക്ക് കറിയിലേക്ക് ഒഴിച്ചെടുക്കാം. കറി സൂപ്പറാട്ടോ. വെളിച്ചെണ്ണ നല്ലോണം കാഞ്ഞിട്ടോ നമ്മൾ പപ്പടം പൊരിക്കുകയാണ്. അപ്പോഴേക്ക് ഞാൻ 2 വെളുത്തുള്ളിയൊക്കെ ചതയ്ക്കാൻ പോയിട്ടോ. എന്താ അറിയോ, നമ്മളെ സോയാബീനിലേക്ക് നമ്മൾ ഉണ്ണിയേട്ടൻ കൊണ്ടുവന്ന പപ്പടം കേട്ടോ. ഇത് ശ്രീജീൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയ പപ്പടം. അയ്യോ, നമ്മൾ ചീരത്തി പതപതാ പതക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ വെളുത്തുള്ളിയും ഇതൊക്കെ ഇട്ട് ഞാൻ എൻ്റെ വീഡിയോ ഓഫാക്കിയിട്ട് ഓർമ്മയില്ല. നമ്മൾ സോയാബീൻ ഇട്ട് കൊടുക്കുകയാണ്. അധികമൊന്നും വേണ്ട, കാരണം അത് കുഴച്ചാൽ കൂടുതലാണ്. പിന്നെ പഴയതായാലും ആരും ഇന്നലെ മോനൊന്നുമില്ല. ഇന്നലെ മോൻ വന്നിട്ട് ചോറുന്നാൻ അവൻ എന്നിട്ട് കറി ഇഷ്ടമായി, നല്ല രസം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. അവനാണ് അങ്ങനത്തെ കറിക്ക് ഇഷ്ടം. നമ്മൾ ഉണ്ണേരണം കൂട്ടിട്ടോ, നല്ല രസം തരും. നമ്മുടെ സോയാബീൻ നല്ല പൊരിച്ച് പാലൊക്കെ ഒഴിച്ച് നമ്മൾ വെച്ച് നല്ല വീഡിയോ ഇട്ടില്ലേ, കാണാത്തവരെല്ലാം പോയി കണ്ടോ കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം ടാറ്റാ, ഇന്നത്തെ ഉച്ചത്തെ വിഭവങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂട്ടാ. നമുക്ക് ഇച്ചിരി കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കേണ്ട അതിന്. ഇനി വൈകുന്നേരം അങ്ങനെ നമ്മൾ സോയാബീൻ പൊരിഞ്ഞിട്ടോ. ഡക്സ ബേബിക്ക് എന്താ ടോയ്ലറ്റ് പോണോന്ന് തിരക്കായോ? ഞാൻ പോവാ. ഡക്സ ബേബി ടോയ്ലറ്റ് പോകാൻ നടന്നോ, നമുക്ക് അടുക്കള കൂടെ പോവാം. അയ്യോ, ഞങ്ങൾ എന്താ തിരക്ക്. അപ്പം നമ്മൾ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് നമ്മളൊക്കെ ക്ലീൻ ചെയ്ത് നമ്മളെ ചെടിക്ക് വേണ്ടി നമ്മൾ ജനാലും തുറന്നിട്ട് നമ്മൾ ഡക്സ ബേബിനെ ടോയ്ലറ്റിൽ കൊണ്ടുപോകാം. ഹലോ, നമുക്ക് ഇച്ചിരി ചോറ് കഴിച്ചാലോ? രാവിലത്തെ ചപ്പാത്തിയൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ, അപ്പം എനിക്ക് വിശക്കുണ്ട്. അപ്പം നമ്മൾ 12 മണിയാകുമ്പോഴത്തേനും നമ്മൾ ചോറ് വയ്ക്കാൻ പോകും. നമ്മൾ കരണ്ടൊക്കെ എടുത്ത് ചോറ് വയ്ക്കാൻ പോണോ? ഡക്സ ബേബി സാത്തെത്തിയാ, നിങ്ങൾക്കിപ്പോൾ ചോറ് വേണോ? 12. നമുക്ക് ഇച്ചിരി കറി എടുക്കാം. നമ്മളെ കറിയൊക്കെ നല്ല സൂപ്പറായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമ്മളെ സോയാബീൻ കേട്ടോ, നമ്മളെ പപ്പടം കേട്ടോ. നമ്മളെ സോയാബീൻ നല്ല മൊരിഞ്ഞുണ്ട് കേട്ടോ. നമുക്ക് കഴിച്ചാലോ?
എൻ്റെ മക്കളൊക്കെ ചോറുന്ന സമയമാണല്ലോ കേട്ടോ, ഒരു മണിക്കൂറും കൂടി ഉണ്ട്. നമ്മളെ അമ്മായിക്ക് ഇപ്പം വേണ്ട പറഞ്ഞു. അപ്പം നമുക്ക് കഴിച്ചാലോ? അടിപൊളി കേട്ടോ. ചോറ് അധികം ഇട്ടില്ലേ, 2 കോരി ഇട്ടിട്ടുള്ളൂ. കറി പറഞ്ഞപ്പോൾ കുറേ ആയാലും ഇനിയിപ്പോൾ ഡക്ടർ ബേബിക്ക് തീറ്റേണ്ടി വരും. സോയാബീൻ മത്തനും പയറും ഒക്കെ കൂട്ടി ചോറ് കഴിക്കുമ്പോൾ രസമുണ്ട്, നല്ല രസമുണ്ട്. പക്ഷേങ്കിലും ഇന്നലത്തെ സോയാബീൻ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് വെച്ച കറിയിനിട്ടോ സൂപ്പർ. അപ്പോൾ ചോറ് കഴിച്ച് കഴിഞ്ഞിട്ടോ നമ്മൾ ഉഴുന്ന് വടക്കുള്ള ഇത് ആട്ടാൻ പോകട്ടോ. ഒരു ഇച്ചിരി ഉഴുന്ന്, അങ്ങനെ നമ്മൾ ഉഴുന്നൊക്കെ അടിച്ച് വെച്ച് ഇനി ഇച്ചിരി കറിവേപ്പില അങ്ങോട്ടിട്ട് ഉപ്പ് കുഴച്ച് വെച്ചാലോ. നമ്മൾ കുരുമുളക് ഇതിലിട്ടിട്ടോ, അതിട്ട് കുഴച്ച് കഴിഞ്ഞതിന് ശേഷമാണ് കാണിച്ചില്ലാന്ന് കുറച്ചിട്ടിട്ടോ. നമ്മൾ ഉഴുന്നുവട പൊരിഞ്ഞുകൊണ്ടൊക്കെയാണ്. ഇപ്പം നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുകയാണ് കേട്ടോ. നമ്മൾ ഉണ്ണിയേട്ടനെ കൊണ്ട് തന്നെ നമുക്കത് ടേസ്റ്റ് കഴിക്കുക. എന്ന് ഇവിടെ എന്ത് ചെയ്യുന്നത് എന്താ ഇതാ ഉഴുന്നുവട. ഇത് നമുക്ക് കോരാം. എന്താ ഡെക്സാ വേണോ? ചൂടുണ്ട് കേട്ടോ. ഇതെടുക്കും നല്ലത്. കോളിങ്ങിനോ ടേസ്റ്റ് ഒന്നും ഇപ്പോൾ പറയില്ല. അത് ചൂടില്ല കടി. എങ്ങനെ ലക്സ് എന്താ തിന്നിട്ട് ചപ്പാത്തി തിരക്കിട്ടിട്ട് പിന്നെ ഇങ്ങനെ കണ്ട കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല. നമ്മളെ ചമ്മന്തി കൂട്ടിയിട്ട് എങ്ങനെയുണ്ട് മോനെ? അമ്മായി ഉണ്ണിയേട്ടന് നേരത്തെ തിന്നിട്ടാ. നമ്മൾ ചട്നി കൂട്ടിയിട്ട് കഴിക്കാം. ആ കഴിയില്ല. അതങ്ങനെയല്ല തിന്നെ. ഹോട്ടലിലൊക്കെ പോയാൽ ചട്നിക്കും.